Hello, welcome all of you. Today we shall talk about C3 cycle or Calvin cycle, or dark reaction. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൈറ്റ് റിയാക്ഷൻ പഠിച്ചു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഡാർക്ക് റിയാക്ഷൻ പഠിക്കാൻ പോവുകയാണ്. The term dark reaction implies that the reaction is not dependent on light. Yes. ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത് മിസ്നോവർ ആണ് അല്ലേ? ലൈറ്റിന്റെ ആബ്സെൻസിലും നടക്കും എന്നതാണല്ലോ അർത്ഥം. It takes place in the stroma of chloroplast in mesophyll cells. മൈക്ക് ഓഫ് ചെയ്യണം കേട്ടോ, ദയവായി മൈക്ക് ഓഫ് ചെയ്യുക. It takes place in the stroma of chloroplast in mesophyll cells. Light reaction granule നടക്കുന്നത്. Calvin cycle is a common pathway in both the C3 plants and C4 plants. ഓർത്തിരിക്കുക. Main difference is that in C3 plants it occurs in mesophyll cells, while in C4 plants it occurs in bundle sheath cells. വ്യക്തമായിട്ട് നമ്മൾ C4 plants കൂടെ പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് ഇപ്പോഴേ മനസ്സിലാക്കിയിരിക്കുക, C3 പ്ലാന്റ്സ് ആണല്ലോ നമ്മുടെ ചുറ്റുപാടും കാണുന്നതിൽ ഭൂരിഭാഗം നമ്മൾ ഈ കാണുന്ന പ്ലാന്റ്സ് മിക്കവാറും എന്താണ് C3 പ്ലാന്റ്സ് ആണ്. അപ്പൊ C3 പ്ലാന്റ്സ് സാധാരണ പ്ലാന്റ്സ് എന്ന് വിചാരിക്കുക. അന്നേരം അത് കാൽവിൻ സൈക്കിൾ നടക്കുന്നത് എവിടെയാണ് എന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ C4 ഒക്കെ എന്താണ് വ്യത്യാസം എന്നുള്ളത് അന്നേരം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. എന്താണ് C3 പ്ലാന്റ്സ്? അപ്പൊ കാൽവിൻ സൈക്കിൾ നടക്കുന്നത് എന്താ, മിക്കവാറും എല്ലാ പ്ലാനിലും അതുണ്ട്. പക്ഷേ C4 പ്ലാന്റ്സിൽ ഇത് എവിടെ നടക്കുന്നു എന്നുള്ളത് ഒരു വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞത്. Details of this reaction was found out by Melvin Calvin, who was awarded the Nobel Prize in 1961. Hence it is also called Calvin cycle. ഇതെല്ലാവർക്കും അറിയാമല്ലോ. The first stable compound produced in Calvin cycle is C3 compound called phosphoglyceric acid. ഞാൻ ആ സൈക്കിൾ നമുക്കൊന്ന് വ്യക്തമായിട്ട് പഠിക്കാം, എന്നിട്ട് തിരിച്ചു വരാം. നോക്കാം. ഇവിടെ 6 molecules of carbon dioxide combined with 6 molecules of ribulose biphosphate. അപ്പൊ ഇവിടെ കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ എന്ന് പറയുന്നത് ഏതാ? റിബുലോസ് ബൈഫോസ്ഫേറ്റ് ആണ്, പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ. ഇവിടെ 6 മോളിക്യൂൾസ് എന്തിനാണ് എടുക്കുന്നത്? ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓർത്തിരിക്കുക, അറിഞ്ഞൂടാത്തൊരു മറന്നവർ ഓർക്കുക. അതായത് നമുക്ക് 6 മോളിക്യൂൾസ് കാർബൺ ഡയോക്സൈഡ് ഫിക്സ് ചെയ്താലേ അറ്റ്ലീസ്റ്റ് 1 മോളിക്യൂൾ ഗ്ലൂക്കോസ് എങ്കിലും കിട്ടുള്ളൂ. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലായിട്ട് ഞാൻ പോകുന്നില്ല. ഇപ്പൊ പഠിക്കുമ്പോൾ മനസ്സിലാക്കുക, 6 molecules of carbon dioxide combines with 6 molecules of ribulose biphosphate. അപ്പൊ ഈ റിബുലോസ് ബൈഫോസ്ഫേറ്റ് ശരിക്കും അത് തന്നെ ഒരു തവണ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, സെറ്റിനാണെന്ന് എനിക്ക് തോന്നുന്നു. അത് എന്ത് തരം ഷുഗർ ആണെന്ന്. അതൊരു 5 കാർബൺ കീറ്റോ കോമ്പൗണ്ട് ആണ്. അത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്നുള്ളത് ഞാൻ ആ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, തരാം. ഇപ്പോഴും ഓർത്തിരിക്കുക, അതൊരു കീറ്റോ ഷുഗർ ആണ്. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ റിബുലോസ് വിച്ച് ഇസ് എ കീറ്റോ പെൻഡോസ്. അപ്പോൾ അതൊരു 5 കാർബൺ ഷുഗർ ആണ്. അത് കമ്പൈൻസ് വിത്ത് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ 6 molecules of carbon dioxide combines with 6 molecules of ribulose biphosphate in the presence of enzyme Rubisco. We get Rubisco and the ribulose biphosphate. Rubisco എന്താണ്? റിബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്. അപ്പൊ അതിനെ ഫോട്ടോ റെസ്പിറേഷനെയും സഹായിക്കും അല്ലെ? അത് ഫോട്ടോ റെസ്പിറേഷൻ എടുക്കുമ്പോൾ റിബുസ്കോയുടെ പ്രാധാന്യം അവിടെ പഠിക്കാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് കാർബൺ ഡയോക്സൈഡ് RUBP ചേർന്നിട്ട് 6 molecules of ഒരു അൺസ്റ്റേബിൾ കോമ്പൗണ്ട് കിട്ടും. 6 molecules of 6 കാർബൺ കോമ്പൗണ്ട്. കാര്യം കാർബൺ ഡയോക്സൈഡിലെ ഒരു കാർബണും റിബുലോസ് ബൈഫോസ്ഫേറ്റിലെ 5 കാർബണും കൂടെ ചേർന്ന് 6 കാർബൺ ഉള്ള ഒരു അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ഉണ്ടായി. ഈ അൺസ്റ്റേബിൾ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അതിന് സ്റ്റെബിലിറ്റി ഇല്ല. അത് ഫോം ചെയ്താൽ ഉടനെ തന്നെ അത് എന്തായിട്ട് മാറും? 3 കാർബൺ ഉള്ള ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആകും. അപ്പോൾ ഇവിടെ കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ എന്ന് പറയുന്നത്
പ്രൈമറി കാർബൺ ഡൈ അക്സെപ്റ്റർ എന്ന് പറയുന്ന റിബുലോസ് ബൈഫോസ്ഫേറ്റ് ആണ്. എന്നാൽ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ്. ഓർത്തിരിക്കുക. പിന്നെ അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ പറഞ്ഞു. കാൽവിൻ സൈക്കിളിൽ നമുക്ക് പഠിക്കാനായിട്ട് 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തെല്ലാം? കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ ഓഫ് റിബുലോസ് ബൈഫോസ്ഫേറ്റ്. അപ്പൊ ഇവിടെ ഈ 3 ഭാഗമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെ. നമ്മളിപ്പോ ആദ്യം ഇപ്പൊ പറഞ്ഞ കാർബോക്സിലേഷൻ ആണല്ലോ. കാർബോക്സിലേഷൻ അഡീഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ 6 molecules ഓഫ് 6 കാർബൺ കോമ്പൗണ്ട് അൺസ്റ്റേബിൾ ആണ്. അത് 3 കാർബൺ വീതമുള്ള കോമ്പൗണ്ട് ആയിട്ട് മാറി. അപ്പൊ 6 molecules 6 കാർബൺ കോമ്പൗണ്ട് അത് വിഘടിക്കുമ്പോൾ 12 molecules കിട്ടുമല്ലോ. എല്ലാവരും അത് ആലോചിച്ചാൽ മതി, പിന്നെ അത് പിടികിട്ടിക്കൊള്ളും. അതായത് ഇപ്പോ 6 കാർബൺ ഉള്ള ഒരു മോളിക്യൂൾ അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 മോളിക്യൂൾ കിട്ടും. അത് 6 കാർബൺ വീതമുള്ളതാണെങ്കിൽ അത് 2ആയിട്ട് പിന്നെ 3 കാർബൺ വീതമുള്ള 2 കിട്ടും. 2 മോളിക്യൂൾ ആണെങ്കിലോ 4. അതുപോലെ 6 molecules ഓഫ് 6 കാർബൺ കോമ്പൗണ്ട് അങ്ങനെ വിഘടിച്ചിട്ട് 12 മോളിക്യൂൾ ഉണ്ട്. എത്ര? 3 കാർബൺ ഉള്ളത്. അപ്പോ 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. സിംപ്ലി ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ മതി. കാരണം അവിടെ 3 എന്ന് ഉദ്ദേശിക്കുന്നത് 3 കാർബൺ ആണ്. പക്ഷെ 3 കാർബൺ അല്ല, അതവിടെ 3 കൊടുത്തിരിക്കുന്നത് എന്താണ്? 3 അതിന്റെ പൊസിഷൻ ആണ്. ഫോസ്ഫോഗ്ലിസറിക് ആസിഡില് 3ാമത്തെ കാർബൺ ആറ്റത്തിൽ ഫോസ്ഫേറ്റ് ഉണ്ടെന്നാണ് പൊസിഷൻ കൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സിംപ്ലി നമുക്കൊന്ന് പറഞ്ഞാൽ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് സോറി യെസ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. അപ്പോൾ ഇവിടെ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അവിടെ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട്. അടുത്ത എന്താണ്? ആദ്യം കാർബോക്സിലേഷൻ, അടുത്ത് റിഡക്ഷൻ. ഇതാ അവിടെ 12 molecules ഓഫ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണുള്ളത്. ഓർക്കുക, ആ 12 molecules ഓഫ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഇതാ 1,3-ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയി. ഞാനിവിടെ പറഞ്ഞു റിഡക്ഷൻ ആണ്. ഇത്രയും ഭാഗം റിഡക്ഷൻ ആയിട്ട് ഞാൻ കാണിച്ചിരിക്കാം. പക്ഷെ റിഡക്ഷൻ ആണെങ്കിലും ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ ഫോസ്ഫോറിലേഷൻ ആണ്. 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡിലെ 3ാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്. അത് 1,3-ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയപ്പോ എന്തായി? അതിന്റെ 1ാമത്തെ കാർബൺ ആറ്റത്തിൽ കൂടെ ഒരു ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തു. ഈ ഫോസ്ഫേറ്റ് എവിടെ നിന്ന് വരും? ഇവിടെ നിന്ന് വരും ATP അല്ലെ. അപ്പോ അവിടെ ഒരു ഫോസ്ഫേറ്റ് മതി. 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡിൽ ഒരു ഫോസ്ഫേറ്റ് മതി, ഒരു ATP മതി, ഒരു മോളിക്യൂൾ ആണെങ്കിൽ. ഇവിടെ 12 molecules 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ്. 1,3-ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയത്. അന്നേരം 12 molecules ATP ചിലവായി. ഇത് എത്രത്തോളം ATP ഇവിടെ യൂട്ടിലൈസ് ചെയ്തു, എത്ര NADP, ഇതിന്റെ കണക്കെല്ലാം നമുക്ക് ഉടനെ വേണ്ടി വരും. എല്ലാം ഓർത്തിരിക്കും. അപ്പൊ 12 molecules ആയല്ലോ. ഇനി 1,3-ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്തായി? ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് ആയി. ഇതെല്ലാം 12 molecules എന്നുള്ള പ്ലേസ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. അപ്പൊ നമുക്ക് ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് കിട്ടി. ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റിനെ മറ്റൊരു പേരിൽ എന്ത് പറയാം? ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റിനെ ഫോസ്ഫോ ഗ്ലിസറാൾഡിഹൈഡ് എന്നും പറയാം അല്ലെ. ഞാനത് പറയുന്നത് ചില ആൾക്ക് സംശയം വന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പലർക്കും അറിയാമായിരിക്കും, എന്നാലും അറിഞ്ഞുകൂടാത്തവരൊന്ന് ശ്രദ്ധിക്കുക. ഈ പേരുകളെല്ലാം ഒന്ന് എടുത്തിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഫോസ്ഫോ ഗ്ലിസറാൾഡിഹൈഡ് കിട്ടി. എത്ര മോളിക്യൂളാ? ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. എത്ര മോളിക്യൂൾ? 12 molecules ഓഫ് ഗ്ലിസറാൾഡിഹൈഡ് കിട്ടി. ഇനി ഇവിടെയാണ് റിഡക്ഷൻ നടന്നത്. ഇതാ ആ റിഡക്ഷൻ നടന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഞാൻ ക്രബ്സ് സൈക്കിൾ അതുപോലെ നമ്മൾ റെസ്പിറേഷനിലൊക്കെ പഠിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അത് ഓരോ സ്ഥലത്തും ഞാൻ പറയാതെ ഇപ്പൊ തന്നെ ഇതിനോടൊപ്പം പറയുകയാണ്. ദിസ് സീം ടു ബി സിമ്പിൾ. പക്ഷെ നോക്കി ഇവിടെ എന്തുകൊണ്ടാണ് റിഡക്ഷൻ ആയത്? ഇവിടെ NADPH NADP ആയി. അതായത് 1,3-ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് when it is converted into glyceraldehyde phosphate or phosphoglyceraldehyde. അവിടെ NADPH NADP ആയി. ഇത് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? ഇവിടെ വളരെ അറ്റൻറ്റീവ് ആയിരിക്കണം. ചോദിക്കുമ്പോൾ കഴിയുന്നതും ആൻസർ പറയുക പെട്ടെന്ന്. ആർക്കൊക്കെ അറിഞ്ഞുകൂടാങ്കിൽ സിംപ്ലി പറയുക അറിഞ്ഞുകൂടാം. NADPH NADP ആയി. അത് റിഡക്ഷൻ ആണോ ഓക്സിഡേഷൻ ആണോ?
Reduction. Reduction. Anybody? It is not correct. അറിയാവുന്നവരുണ്ടോ? ഇല്ല. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. ഞാനിവിടെ റിഡക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ പറയരുത്. ഞാൻ ചോദിച്ചത് NADPH NADP ആകുന്നത് റിഡക്ഷൻ ആണോ ഓക്സിഡേഷൻ ആണോ? അവിടെ എന്താണ് നടന്നത്? NADPH നിന്നും ഹൈഡ്രജൻ റിലീസ് ചെയ്തു അല്ലെ? ഹൈഡ്രജൻ റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? Oxidation. അപ്പൊ ഓക്സിഡേഷൻ അല്ലേ നടന്നത്? ഇപ്പൊ ഞാൻ ഈ പറയുന്നത് പല ഭാഗങ്ങളിൽ ഇത് വരും. റെസ്പിറേഷൻ എല്ലാം പഠിക്കും. ഓരോ സ്ഥലത്തും അവിടെ ഞാൻ പറയത്തില്ല, അത് ഞാൻ ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി. ഇനി അപ്പൊ നമ്മൾ ഈ പ്രോസസ് റിഡക്ഷൻ ആണ് നോക്കാം. ഇവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന ഹൈഡ്രജൻ, അതങ്ങ് ഹൈഡ്രജൻ റിലീസ് ചെയ്തല്ലേ, NADP ആയി. അപ്പൊ ഹൈഡ്രജൻ എവിടെ പോയി? ആർക്കെങ്കിലും പറയാമോ? ദിസ് ഹൈഡ്രജൻ ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ഹോം? 1,3-diphosphoglyceric acid തന്നല്ലോ അല്ലേ? തന്നല്ലോ. So this reaction, അപ്പോ the 1,3-diphosphoglyceric acid combined with this hydrogen released from the NADPH, thus it is reduced to the glyceraldehyde phosphate. Similarly, is it correct? Is it clear? Okay, clear അല്ലേ? മനസ്സിലായോ? Yes, sir. അപ്പൊ നമുക്കപ്പോ എന്ത് കിട്ടി? 12 molecules ഓഫ് ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് കിട്ടി. അപ്പൊ കാർബോക്സിലേഷൻ ആയി, റിഡക്ഷൻ ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് റീജനറേഷൻ ഓഫ് റിബുലോസ് ബൈഫോസ്ഫേറ്റ് എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അതിന് മുമ്പായിട്ടൊരു കാര്യം നോക്കി, ഇതാ ഗ്ലൂക്കോസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലെ? ഗ്ലൂക്കോസ് നമുക്ക് കിട്ടണം. അതിന് ഔട്ട് ഓഫ് ദിസ് 12 molecules ഓഫ് ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് 2 എണ്ണം, അതായത് ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് ഹൗ മെനി കാർബൺ കോമ്പൗണ്ട്? 3 കാർബൺ അല്ലേ? അല്ലെ? ഇവിടെ വെച്ച് 3 കാർബൺ ആയല്ലോ. ആദ്യം അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ഇവിടെ മാറി 3 കാർബൺ ആയി. ഇവിടെ എല്ലാം 3 കാർബൺ താണല്ലോ. അപ്പൊ 3 കാർബൺ ഉള്ള 12 molecules ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ് നമുക്ക് കിട്ടി. അതിൽ 2 molecules, അതായത് 3, 3, 6, അത് ഗ്ലൂക്കോസ് ആയി. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇനി എത്ര മോളിക്യൂൾ ഉണ്ട് റീജനറേഷന്? 10 molecule അല്ലേ? 12 molecules. അപ്പൊ ഈ 12 moleculesഉം എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യും? റീജനറേഷൻ ഓഫ് റിബുലോസ്. ഇനി ഈ 10 moleculeൽ നിന്നും റിബുലോസ് ബൈഫോസ്ഫേറ്റ് കിട്ടണമെങ്കിൽ 6 molecule ATP വേണം. അപ്പോ ആ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കിട്ടാൻ നമുക്ക് എന്ത് വേണം? ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് 2 molecule വേണം. 2 molecule വേണം. ഓർത്തിരിക്കുക, നമ്മൾ ഈ +2 പഠിച്ച തലത്തിലുള്ള രീതിയിലാണ് നിങ്ങൾ കണ്ടാൽ തോന്നുന്നത്. അതെ, തോന്നല്ല, അങ്ങനെ തന്നെ. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. ഇതെല്ലാം അനലിറ്റിക്കലി നന്നായി മനസ്സിലാക്കണം. ഇപ്പൊ 2 molecule ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് കിട്ടാനാണ് ഇത്രയും 6 molecule കാർബൺ ഡയോക്സൈഡ് ഫിക്സ് ചെയ്തപ്പോ 2 molecule ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് കിട്ടി, അതിൽ നിന്ന് ഗ്ലൂക്കോസ് കിട്ടി. മനസ്സിലാക്കുക. ഇനി 10 molecule ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് ഉണ്ട്, അതിൽ നിന്ന് റിബുലോസ് ബൈഫോസ്ഫേറ്റ് കിട്ടാൻ ATP 6 കിട്ടി, 6 യൂട്ടിലൈസ് ചെയ്തു. അപ്പൊ മൊത്തം ATP 6 molecules ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫിക്സ് ചെയ്യാൻ മൊത്തം ATP എത്ര നമുക്ക് യൂട്ടിലൈസ് ചെയ്തു? ATP പറഞ്ഞോളൂ. How many? 18 ATP അല്ലേ എന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഇവിടെ ഹൗ മെനി NADPH യൂട്ടിലൈസ്ഡ്? 12. നിങ്ങളുടെ പറയുന്ന വ്യക്തമാണെന്നില്ല. ഓക്കെ, 12. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഫോർ ദ ഫിക്സേഷൻ ഓഫ് 1 molecule ഓഫ് കാർബൺ ഡയോക്സൈഡ്, ഇത് 6 molecule ഫിക്സ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ നടന്നത്. 1 molecule കാർബൺ ഡയോക്സൈഡ് ഫിക്സ് ചെയ്യാനാണെങ്കിൽ ഇൻ C3 പ്ലാന്റ്സ്, C4 പ്ലാന്റിൽ വ്യത്യാസം വരും. ആദ്യം C3 നല്ല ബൈഹാർട്ടാക്കുക. കാർബൺ ഫോർ ദ ഫിക്സേഷൻ ഓഫ് 1 molecule ഓഫ് കാർബൺ ഡയോക്സൈഡ് ബൈ C3 പ്ലാന്റ്സ്, നമ്പർ ഓഫ് ATP ആൻഡ് NADPH എത്രയാണ്? നമ്പർ ഓഫ് ATP എത്ര വേണം? ഒരെണ്ണം, ഒരു കാർബൺ ഡയോക്സൈഡ് ഫിക്സ് ചെയ്യാൻ
2 ATP. ATP എങ്ങനെയാ കിട്ടുന്നത്? അതായത് ഇവിടെ നോക്കുക, 6 റിബുലോസ് ബൈഫോസ്ഫേറ്റ്, 6 കാർബൺ ഡൈ ഓക്സൈഡ്, ഇവിടെ 18 ATP, 12 NADPH. അതിലെന്നല്ലേ നമുക്കത് ഷുഗർ കിട്ടി, 60 18 ATP. അപ്പൊ ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യാന് അപ്പൊ എത്ര ATP എന്ന് ചോദിച്ചപ്പോ നമ്മൾ 18 ഡിവൈഡഡ് ബൈ 6 അല്ലേ? അപ്പൊ ATP എത്ര? ഒരു മോളിക്യൂൾ കാർബൺ 3. NADPH എത്ര ഒരു മോളിക്യൂൾ ഫിക്സ് ചെയ്യാൻ? 2. ഇതൊന്നും മറക്കരുത്. ഇനി C4 പഠിക്കുമ്പോൾ ഞാൻ ഇത് ചോദിക്കുകയുള്ളൂ, C4 എത്ര എന്നുള്ളത്. ഞാൻ അത് ഇവിടെ പറയുന്നില്ല, അത് എല്ലാം ഇപ്പൊ അതെല്ലാം കൂടെ അങ്ങോട്ട് ഗുലുമലാകണ്ട. ഇത് പ്ലേസ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. അപ്പൊ 6 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യാനുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ കാണുന്നത്. ചിലപ്പോൾ ഒരു മോളിക്യൂൾ ആയിരിക്കും ചോദിക്കുന്നത്. സോ ഇനി അടുത്ത ഈ റീജനറേഷൻ റിബുലോസ് ബൈഫോസ്ഫേറ്റ് പലരും ഇത്രയും കാര്യമേ പഠിക്കുള്ളൂ. പക്ഷെ ഇത് എൻ്റെ സ്കെൽട്ടൺ ആണ്. പക്ഷേ ഈ 10 മോളിക്യൂൾസ് ഓഫ് ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് എങ്ങനെയാണ് റിബുലോസ് ബൈഫോസ്ഫേറ്റ് ആണ്, അത് 8-9 സ്റ്റെപ്സ് ഉണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത്. ഈവൻ ചില MSc പഠിക്കുന്ന ബോട്ടണി PGക്കാര് ചിലര് അത് പഠിക്കുന്നില്ല. PGക്കാർ പോലും പഠിക്കുന്നില്ല എന്ന് ഞാൻ ചിലത് മനസ്സിലാക്കിയിട്ടുണ്ട്. ചില മിക്കവാറും കോളേജിൽ അത് പഠിപ്പിക്കുന്നുണ്ട്, PGക്കാരില്ലേ അത് പഠിച്ചില്ലേ പറ്റുള്ളൂ. അപ്പോൾ നെറ്റിന് മസ്റ്റാണ് അത് പഠിച്ചിരിക്കണം. അതെന്ന് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞാൻ പറയാം. ഈവൻ ഈ ഇടയ്ക്ക് നടന്ന VHSC എക്സാമിന് പോലും അതിലൊന്ന് ചോദിച്ചു. ഞാൻ ആ സ്റ്റെപ്സ് പറയാം. അപ്പൊ ആദ്യം ഈ സ്കെലിട്ടൺ പ്ലേസ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. എത്ര ATP, എത്ര NADPH, ഇതെല്ലാം വിശകലനം ചെയ്ത് ഈ ക്ലാസ് കഴിഞ്ഞാലും വീണ്ടും വേണമെങ്കിൽ ഒന്നുകൂടെ വീഡിയോ ഇട്ട് കണ്ട് മനസ്സിലാക്കി വെക്കുക. നമുക്കിപ്പോ കാൽവിൻ സൈക്കിൾ, അതുപോലെ അതായത് C3 പ്ലാന്റ്, C4 പ്ലാന്റ്, ഫോട്ടോ റെസ്പിറേഷൻ, കാം സൈക്കിൾ, ഇത്രയും ഒരു കോർ ഏരിയ ആണ്. അതിലൊന്ന് ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത എക്സാമിന്റെ ചുരുക്കമാണ്, ഇല്ല എന്ന് തന്നെ പറയാം. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനൊന്ന് പറയാൻ പോകുന്നത് ഈ റീജനറേഷൻ പ്രോസസ്സാണ്. അതായത് ഈ ഹൗ ദിസ് മോളിക്യൂൾസ് ഗെറ്റ് 10 മോളിക്യൂൾസ് ഓഫ് ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് അത് റിബുലോസ് ബൈഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. കാര്യം റിബുലോസ് ബൈഫോസ്ഫേറ്റ് ആയിട്ട് മാറണമല്ലോ, എന്നാലല്ലേ കാൽവിൻ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുള്ളൂ, അല്ലെ? അത് നമുക്ക് നോക്കാം. ഇവിടെ റിഡക്ഷൻ, റീജനറേഷൻ നോക്കാം. ഔട്ട് ഓഫ് 12 മോളിക്യൂൾസ് ഓഫ് ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് 10 molecules will combine with the 6 ATP molecule. അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അടുത്ത് ആ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. Several reactions takes place to regenerate the carbon dioxide acceptor, ribulose biphosphate, and to ensure the continuation of the cycle. Some of the molecules of 3-phosphoglyceraldehyde isomerizes into the dihydroxyacetone phosphate. അതായത് ഈ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് നമുക്ക് പല സ്ഥലങ്ങളിലും പാത്തുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അല്ലെ? അത് എത്ര കാർബൺ കോമ്പൗണ്ടാണ്? ഹൗ മെനി കാർബൺ കോമ്പൗണ്ട്? 3-phosphoglyceraldehyde അല്ലെങ്കിൽ ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റിന്റെ ഐസോമറൈസ് ഫോം ആണ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ കോമ്പൗണ്ട് ആയിരിക്കും? അതും 3 കാർബൺ കോമ്പൗണ്ട് ആണ്. ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ എത്ത് കിട്ടി? അവിടെ 10 മോളിക്യൂളില് കൃത്യമായിട്ട് 5 മോളിക്യൂൾ 3-phosphoglyceraldehyde ഫോസ്ഫേറ്റ്, 5 മോളിക്യൂൾ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ട് അങ്ങനെ പറയണമെന്നില്ല, അങ്ങനെ കൃത്യമാണെന്നില്ല. കുറച്ച് മോളിക്യൂൾ, 10 മോളിക്യൂൾ, കുറെ മോളിക്യൂൾ ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് എന്തായി DHAP ആയി. അപ്പൊ നമുക്കിപ്പോ എന്തുണ്ട്? കുറെ ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡും ഉണ്ട്, അല്ലെങ്കിൽ ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റും ഉണ്ട്, ദെൻ കുറെ മോളിക്യൂൾ DHAPയും ആയിരിക്കും. അടുത്ത് നോക്കാം. ഒന്നാമത്തെ 3-phosphoglyceraldehyde combines with the DHAP to form fructose 1,6 biphosphate in the presence of aldolase. Enzyme എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്.
ഒരു തവണ ഏത് എക്സാം ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഈ ആൾഡലേസ് എൻസൈം 2 സ്റ്റെപ്സിൽ വരുന്ന അല്ല 2 സ്റ്റെപ്സ് ഓഫ് റിയാക്ഷനിൽ വരുന്ന അത് ഏതൊക്കെയാണെന്ന് ഉള്ള ഒന്ന് ഇങ്ങനെ ചോദിച്ചു. ആൾഡലേസ് എൻസൈം ഒരു പാത്വയിൽ 2 പ്രാവശ്യം വരുന്നത് ഏതിലാണെന്ന് ചോദിച്ചു. ഇതുപോലെ റീജനറേഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ എങ്ങനെയും ചോദിക്കാം. ഇത്രയും ഉള്ളൂ. അത് ഞാനിപ്പോ ഈ പഠിപ്പിക്കാൻ പോകുന്ന ഈ ഭാഗം ഈ റീജനറേഷൻ റിബുലോസ് ട്രൈഫോസേറ്റ് പല സ്റ്റെപ്സിലും, അതായത് HMP പാത്വേ ഉണ്ടല്ലോ, പെന്റോസ് ഫോസ്ഫേറ്റ് പാത്വേ, അതിൽ പല ഭാഗങ്ങൾ വരും. അത് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. അപ്പൊ ഇത് പഠിക്കുമ്പോൾ അതിനും ഗുണമുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. HMP പാത്വേ നന്നായിട്ട് ഇപ്പൊ മനസ്സിലുള്ളവർക്ക് ഞാനിപ്പോ പറഞ്ഞു വരുമ്പോ അത് ഇതാണല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് രണ്ടും കണക്റ്റഡ് ആണ്, വളരെ സിമിലാരിറ്റി ഉണ്ട് ഓർക്കുക. അപ്പൊ നമുക്കിപ്പോ എന്ത് കിട്ടി? 3 അവിടെ പൊസിഷൻ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ് കമ്പൈൻസ് വിത്ത് DHAP, രണ്ടും കൂടെ ഐസോമറൈസ് ആയിട്ട് ഇരിക്കുകയല്ലേ. അങ്ങനെ എന്ത് കിട്ടി? ഫ്രക്ടോസ് 1,6 എന്താ എൻസൈം? ആൾഡോലേസ്. ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് അണ്ടർഗോ ഹൈഡ്രോളിസിസ്, അങ്ങനെ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്. ഇനി ഇത് 6 കാർബൺ കോമ്പൗണ്ട് ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. Some of the 3-phosphoglyceraldehyde reacts with the fructose 6-phosphate. കാര്യം 3-phosphoglyceraldehyde എവിടെ നിന്ന് കിട്ടി? അവിടെ ആൾറെഡി ഉണ്ടല്ലോ, ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ് അവിടെ ഉണ്ടല്ലോ. അപ്പോൾ കുറെ ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ് ഇവിടെ ഈ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റുമായിട്ട് ചേർന്നു. അപ്പൊ ഇതുവരെ ഉള്ളതെല്ലാം ഈ 9 സ്റ്റെപ്പാണ്. ഈ 9 സ്റ്റെപ്പും പഠിക്കാൻ എളുപ്പമാണ്. പറഞ്ഞു വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതിന്റെ കാർബൺ നമ്പറും അത് ചേർന്നാൽ കിട്ടുന്നതും കൂടെ പഠിച്ചു വെക്കുമ്പോൾ HMP പാത്വേ പഠിച്ചവർക്ക് കാണാതെ പഠിക്കണ്ട, അത് ഉടനെ ഓർമ്മ വയ്ക്കും. അപ്പൊ ഇത്രയും പാത്വേ പഠിച്ചു വെച്ചിരുന്നാല് വളരെ ഉപയോഗമാണ്. പല രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കിവിടെ ആദ്യത്തെ സ്റ്റെപ്പ് ഒന്നുകൂടെ പറഞ്ഞു നോക്കി. ആദ്യം എന്താ സംഭവിച്ചത്? 10 മോളിക്യൂളിൽ കുറെ മോളിക്യൂൾ അതിന്റെ ഐസോമറൈസ്ഡ് ഫോമായി DHAP ആയി. എന്നിട്ട് കുറച്ച് ചില ഒരു ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റും DHAPയും ഫോം ചെയ്തത് 2 എണ്ണം ചേർന്നിട്ട് ആൾഡോലേസ് എൻസൈമിന്റെ സഹായത്താൽ അതിന് ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ്, അതിന് ഹൈഡ്രോളിസ്, ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റിന് ഹൈഡ്രോളിസ് ആണ്. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്. എന്നിട്ട് കുറച്ച് ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ് റിയാക്ട്സ് വിത്ത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്. ഈ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ചേർന്ന് അവിടെ ട്രാൻസ്കീറ്റോലേസ് എൻസൈം ആണ് ആവശ്യം ടു ഫോം എരിത്രോസ് 4 ഫോസ്ഫേറ്റ് ആൻഡ് സൈലുലോസ് 5 ഫോസ്ഫേറ്റ്. ഈ ഇതെല്ലാം ഓർക്കുന്നുണ്ടല്ലോ അല്ലെ, HMP പാത്വേയിൽ അല്ലെ? അതെ. അപ്പൊ ഇവിടെ എരിത്രോസ് 4 ഫോസ്ഫേറ്റ് എത്ര കാർബൺ കോമ്പൗണ്ട്? 4. സൈലുലോസ് 5 ഫോസ്ഫേറ്റ് 5. അവിടെ ഓർത്തിരിക്കുക, ഈ എളുപ്പം ഓർമ്മിക്കാം. എരിത്രോസ് 4 ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ ഈ 4 refers to what? 4 refers to what? Anybody? Position of phosphate. Position of phosphate ആണ്. എന്നാൽ at the same time 4 കാർബൺ കോമ്പൗണ്ടുമാണ്. ഓർത്തിരിക്കുക. അതുപോലെ സൈലുലോസ് 5 ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൊസിഷൻ ആണ്, എന്നാൽ അത് ഓർമ്മിക്കുക, അത് 5 കാർബൺ കോമ്പൗണ്ടുമാണ്. അപ്പൊ നമുക്ക് 5, 4, 9 അല്ലേ? ഈ 9 കാർബൺ കിട്ടണമെങ്കിൽ ഇവിടെ എന്താ? ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ് 3 കാർബൺ അല്ലേ? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് 6 കാർബൺ അല്ലേ? 6 3 9 അല്ലേ? കറക്റ്റ് അല്ലേ? ഇതാണ് നമുക്ക് പഠിക്കാൻ എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് ഉടനെ നമ്മുടെ മനസ്സിൽ വരും ഇങ്ങനെ. അപ്പൊ ഇനി എരിത്രോസ് 4 ഫോസ്ഫേറ്റ് കിട്ടി, സൈലുലോസ് ഫോസ്ഫേറ്റ്. എൻസൈം മറക്കരുത്, ട്രാൻസ്കീറ്റോലേസ്. ഇനി എരിത്രോസ് 4 ഫോസ്ഫേറ്റ് കമ്പൈൻസ് വിത്ത് ഡൈഹൈഡ്രോക്സിഅസെറ്റോൺ ഫോസ്ഫേറ്റ്. നേരത്തെ അവിടെ ഉണ്ടല്ലോ ഐസോമറൈസ്ഡ് ഫോം ആയിട്ട്. അപ്പൊ 4 കാർബണും 3, 4 3 7. അങ്ങനെ ആൾഡോലേസ് എൻസൈം, ഇതാ വീണ്ടും ആൾഡോലേസ് എൻസൈം. ആൾഡോലേസ് എൻസൈം ഏതെല്ലാം സ്റ്റെപ്സിൽ കാണും? ഏതെല്ലാം സ്റ്റെപ്സിലാണ് റീജനറേഷൻ റിബുലോസ് ബൈഫോസിൽ കാണുന്നത്? ടു ഫോം സെഡോഹെപ്റ്റിലോസ് 1,7 ബൈഫോസ്ഫേറ്റ്. കണ്ടോ? അത് 7 കാർബൺ ആണ്. ക്ലിയർ അല്ലേ? 4 3 7. എരിത്രോസ് 4 ഫോസ്ഫേറ്റിലെ 4 കാർബണും ഡൈഹൈഡ്രോക്സിഅസെറ്റോൺ ഫോസ്ഫേറ്റിലെ 3 കാർബൺ. ഓക്കെ, അടുത്തിനി എന്താണ് ചെയ്യുന്നത്? ഈ സെഡോഹെപ്റ്റിലോസ് 1,7 ബൈഫോസ്ഫേറ്റ് loses 1 phosphate group in the presence of phosphatase. Phosphatase നമുക്കറിയാലോ, ഫോസ്ഫറസ് റിമൂവ് ചെയ്യും. അപ്പൊ 1ാമത്തെ കാർബണാറ്റത്തിൽ നിന്ന് 7ാമത്തെ കാർബണാറ്റത്തും ഇവിടെ ഫോസ്ഫേറ്റ് ഇരിക്കുകയാണ്. അതിൽ 1ാമത്തെ കാർബണാറ്റത്തിലെ ഫോസ്ഫേറ്റ്
ഫോസ്ഫേറ്റേസ് എൻസൈം വെച്ചിട്ട് റിമൂവ് ചെയ്തു, അങ്ങനെ സെഡോഹെപ്റ്റിലോസ് 7 ഫോസ്ഫേറ്റ് കിട്ടി. ഇവിടെ സെഡോഹെപ്റ്റിലോസ് 7 ഫോസ്ഫേറ്റ് റിയാക്ട്സ് വിത്ത് 3 ഫോസ്ഫോഗ്ലിസറാൾ കണ്ടോ, നേരത്തെ ഉണ്ടല്ലോ 3 ഫോസ്ഫോഗ്ലി. അങ്ങനെ എന്താ ട്രാൻസ്കീറ്റോലേസ്, ഇതാ 2 സ്റ്റെപ്പ് അല്ലെ, ടു ഫോം സൈലോസ് 5 ഫോസ്ഫേറ്റ് ആൻഡ് റൈബോസ് 5 ഫോസ്ഫേറ്റ്. അപ്പൊ സൈലോസ് 5 ഫോസ്ഫേറ്റ് പിന്നെ അപ്പോ ഇവിടെ ക്ലിയർ അല്ലേ, എത്ര കാർബൺ? സൈലോസ് 5 ഫോസ്ഫേറ്റ് is converted into 5 carbon atom sugar ribulose 5 phosphate in the presence of its epimerase. അപ്പൊ ഇവിടെ നമുക്ക് എന്തെല്ലാം കിട്ടി? സൈലോസ് 5 ഫോസ്ഫേറ്റും റൈബോസ് 5 ഫോസ്ഫേറ്റും. അതിൽ സൈലോസ് 5 ഫോസ്ഫേറ്റ് എപ്പിമറൈസ് എൻസൈമിന്റെ സഹായത്താൽ അതെന്തായി? റിബുലോസ് 5 ഫോസ്ഫേറ്റ്. ഇനി ഈ റൈബോസ് 5 ഫോസ്ഫേറ്റും കണ്ടോ, ഇവിടെ ഉണ്ടായ റൈബോസ് 5 ഫോസ്ഫേറ്റും കൺവേർട്ട് ടു എന്താ? റിബുലോസ് 5 ഫോസ്ഫേറ്റ്. അപ്പൊ ഇൻ ഇഫക്ട് നമ്മൾ റിബുലോസ് 5 ഫോസ്ഫേറ്റ് രണ്ടിടത്തും കിട്ടി. ഇത് ഐസോമറൈസ് എൻസൈം, ഇത് രണ്ടും ഐസോമേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇത്രയും ക്ലിയർ ആയല്ലോ. അതാ ഇനി അവസാനം നമുക്ക് കിട്ടേണ്ട എന്താ? RUP അല്ലെ. Ribulose 5 phosphate is finally converted to ribulose 1,5 biphosphate in the presence of phosphatase kinase and ATP, thus completing the Calvin cycle. Okay. അപ്പൊ ഇത്രയും സ്റ്റെപ്പ് നന്നായിട്ട് മനസ്സിലായി, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത് ഇതിലെ കീ പോയിന്റ്സ് ഒന്ന് പഠിപ്പിക്കുക. പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെയാണ്, എന്നാലും അതിലും കീ ആയിട്ടുള്ള കാര്യമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത്. നോക്കിയേ, ഓരോ പോയിന്റും അങ്ങോട്ട് മനസ്സിൽ വെക്കുക. C3 plants respond to higher carbon dioxide concentration than C4 plants. So the elevated carbon dioxide level in C3 plants show increased rates of photosynthesis leading to higher productivity. ഞാൻ ഈ കീ പോയിന്റ്സ് എന്ന് പറയാൻ കാരണം ഇതിനെ എല്ലാം ബേസിട്ട് ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കും, അനലിറ്റിക്കലായി. കാര്യം ബേസിക് ആയിട്ട് ഇത്രയും കാര്യം മനസ്സിലായാലേ അത് പിടിയിട്ടുള്ളൂ. ഇത്രയും ബേസിക് മനസ്സിലായാൽ ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് ആൻസർ വരും. അതായത് C3 plants respond to higher carbon dioxide concentration than C4 plants. അപ്പൊ C3 plants can respond to higher carbon dioxide concentration. പക്ഷേ ടെമ്പറേച്ചർ കൂടിയാൽ നേരെ ഓപ്പോസിറ്റ് ആണ് മനസ്സിലാക്കുക, നേരെ ഓപ്പോസിറ്റ്. അപ്പൊ കാർബൺ ഡയോക്സൈഡ് കൂടിയാൽ ആർക്ക് നല്ലത്? C3-ക്കാണോ C4-നാണോ? C3. ഇവിടെ than C4. So the elevated carbon dioxide level in C3 plants show increased rate of photosynthesis leading to higher productivity. The C3 plants have a much lower temperature optimum than C4 plants. നമുക്കറിയാമല്ലോ, ഫോട്ടോ റെസ്പിറേഷൻ പ്ലാന്റ്സിന് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അത് C3 പ്ലാന്റ്സിലാണ് അത് ഷോ ചെയ്യുന്നത്. അത് ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് കുഴപ്പമാണ്. ഇതൊക്കെ ഈ കാര്യങ്ങൾക്ക് അറിയാമെന്നുള്ളവർക്ക് ഇത് കാണാതെ പഠിക്കണ്ട. അപ്പോൾ C3 പ്ലാന്റ്സിന് ഹാവ് മച്ച് ലോവർ ടെമ്പറേച്ചർ ഒപ്റ്റിമം than C4 plant. So at high temperature, the quantum yield of C3 plants is lower than C4 plants. Photorespiration occur in C3 plants, but it does not occur in C4 plant. Carbon dioxide compensation point is higher in C3 plant than in C4 plants. In C4 plants, it is nearly 0. ഇത്രയും പോയിന്റ് അത് കാണാതെ പഠിക്കുകയല്ല, അത് ഫാക്ട്സ് മനസ്സിലാക്കി പഠിക്കുക. ഇനി കാർബൺ ഡയോക്സൈഡ് കോമ്പൻസേഷൻ പോയിന്റ് ഹയർ ആണ് C3 പ്ലാന്റിൽ. അത് ഹയർ ആകാൻ കാരണം ഞാൻ പറയാൻ. അപ്പൊ ആദ്യം കാർബൺ ഡയോക്സൈഡ് കോമ്പൻസേഷൻ പോയിന്റ് എന്താണെന്നുള്ളത് നോക്കി. നമുക്കറിയാം, ട്വിലൈറ്റിലൊക്കെ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ സൺറൈസിന് മുമ്പോ ഏതാണ്ടൊരു ഇങ്ങനെയുള്ള സമയത്തൊക്കെ the light intensity at which the amount of carbon dioxide released in respiration equals the amount of carbon dioxide used in photosynthesis, and the amount of oxygen used in respiration equals the amount of carbon dioxide released in photosynthesis is known as carbon dioxide compensation point. നമുക്കറിയാം, carbon dioxide is released in respiration, എന്നാൽ ഫോട്ടോസിന്തസിൽ കാർബൺ ഡയോക്സൈഡ് is used. ഈ സമയത്ത് the amount of oxygen used in respiration
equals the amount of carbon dioxide released in photosynthesis. ഈ ഒരു അവസ്ഥയാണ് എന്താ കാർബൺ ഡയോക്സൈഡ് കോമ്പൻസേഷൻ പോയിന്റ് എന്ന് പറയുക. ഇപ്പോ C3 പ്ലാനിൽ നമ്മൾ പറഞ്ഞു കാർബൺ ഡയോക്സൈഡ് കോമ്പൻസേഷൻ പോയിന്റ് പോരില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ കാര്യങ്ങൾ തന്നെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, അത് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഈ ഫോട്ടോ റെസ്പിറേഷൻ ഇതിലാണല്ലോ കാണുന്നത് C3 പ്ലാനിൽ. അപ്പോൾ ഔട്ട്പുട്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് പിന്നെ ഫോട്ടോ റെസ്പിറേഷനിൽ ഇത് കൂടുതലുണ്ട്. ആൻഡ് ദസ് കോമ്പൻസേഷൻ പോയിന്റ് ഈസ് അച്ചീവ്ഡ് അറ്റ് ഹയർ കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ എന്നുള്ളതാണ് എൻ്റെ കാര്യം. അപ്പൊ എന്തായാലും കാര്യം മനസ്സിലാക്കിയിട്ട് കാർബൺ കോമ്പൻസേഷൻ പോയിന്റ് C3ക്കാണ് കൂടുതൽ. ഇനി ചോദിച്ചുള്ള ചില ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാം. അതുപോലെ ഇനി അടുത്ത ക്ലാസ് നമ്മൾ C3 പ്ലാന്റ്സ് കഴിഞ്ഞു, ഇനി അടുത്ത C4 പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത് അല്ലെ. പക്ഷെ C4 അല്ല ഞാൻ ആദ്യം എടുക്കുന്നത്, ഫോട്ടോ റെസ്പിറേഷൻ ആണ് അടുത്ത ക്ലാസ്സിൽ. നന്നായിട്ട് വായിച്ചിട്ട് വരിക. കാര്യം ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്ന C3യിലാണ്. അപ്പൊ അത് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ C4 ഉള്ള കാര്യങ്ങൾ, ഫോട്ടോ റെസ്പിറേഷൻ അതിൽ ഇല്ലാത്തതിന് കാരണം എന്ത്, അത് ഇത്തരം കാര്യങ്ങളും കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യം ഫോട്ടോ റെസ്പിറേഷൻ നമ്മൾ എടുത്തിട്ടായിരിക്കും നോക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, read it and answer. Which of the following statements are true for C3 pathway? Primary carbon dioxide acceptor is ribulose biphosphate. ഓരോന്നായിട്ട് നോക്കുക. Is it true or false? Primary carbon dioxide acceptor is ribulose biphosphate. True. True. Yes. True. Enzyme Rubisco is involved. True. 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 Yes. True. Then 3, 18 ATPs and 12 NADPH are required for Calvin cycle. It's correct, isn't True. it? Yes. True. Then for every 12 molecules of 3-phosphoglyceraldehyde produced during Calvin cycle, 10 are used for the regeneration of blood cells. Okay, correct. Correct. Yes, whole reactions occur in stroma. സ്ട്രോമയിലാണല്ലോ കാൽവിൻ സൈക്കിൾ, അതായത് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ എല്ലാം ശരിയാണ് അല്ലെ, ഡി ആണ് സർ. യെസ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോളോയിങ് ആർ സം ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ഇഫക്റ്റ് ഓഫ് കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ ഓൺ ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സ്. കാർബൺ ഡയോക്സൈഡിന്റെ ഇഫക്റ്റ് ഫോട്ടോസിന്തസിൽ പറഞ്ഞിരിക്കുക. With elevated carbon dioxide level, C3 plants are much more responsive than C4 plants under well-watered conditions. ഇവിടെ ഇത് ചോദിക്കുന്ന അവസാനം പറഞ്ഞിരിക്കുന്ന which of the following combination above statement is correct എന്നാണ് ചോദിച്ചിരിക്കുക. With elevated carbon dioxide level, C3 plants are much more responsive. With elevated carbon dioxide level, C3 plants are much more responsive than C4 plants under well-watered condition. True. True. Okay. Then in C3 plants, increasing intracellular carbon dioxide pressure can stimulate photosynthesis only over a narrow range. Question, read it well. ഇങ്ങനെയൊക്കെയാണ് നെറ്റിനും ഒക്കെ ചോദിക്കുന്നത്. ഈവൻ ഇപ്പോ സെറ്റിന് പോലും ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇൻ C3 plants, increasing intracellular carbon dioxide partial pressure can stimulate photosynthesis only over a narrow range. False. True or false? False. False എന്നല്ലേ പറഞ്ഞത്? ക്ലിയർ ആവുന്നില്ല കേൾക്കുന്നത്. False. 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 എന്തുകൊണ്ടാ false? നാരോ റേഞ്ച് എന്ന് പറഞ്ഞത്. നാരോ റേഞ്ചിലല്ല അല്ലെ. അപ്പൊ ഇവിടെ ക്യാൻ സ്റ്റിമുലേറ്റ് വരെ ചിലര് വായിക്കും, ബാക്കിയുള്ളത് വായിക്കത്തില്ല, തെറ്റിയിട്ട് പിന്നെ വെളിയിൽ വന്നിട്ട് സങ്കടപ്പെടും. അപ്പൊ അതുകൊണ്ട് റീഡ് ഇറ്റ് വെൽ, സ്റ്റഡി ദ ക്വസ്റ്റ്യൻ വെൽ. MCQ ക്വസ്റ്റ്യനിൽ തെറ്റുന്നത് അത് ഞാൻ പറഞ്ഞു, അതെങ്ങനെയാണെന്ന് വേറൊരു ക്ലാസ്സിൽ. അതുകൊണ്ട് റീഡ് ഇറ്റ് വെൽ. ദെൻ ഇൻ C4 plants, carbon dioxide compensation point is nearly 0. C4 കാർബൺ ഡയോക്സൈഡ് കോമ്പൻസേഷൻ പോയിന്റ് കുറവല്ലേ? അപ്പൊ ഏതാണ്? 3 ആണ്, A and C. ഓക്കെ. ദെൻ ഇവിടെ
next question. Which of the following statement is incorrect with respect to C3 type of carbon assimilation? ഇതാണ് തെറ്റെന്നുള്ളത്. കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ ഈസ് എ, അതായത് C3 സൈക്കിളില് കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ ഈസ് എ 5 carbon aldo compound. The first stable compound is 3-phosphoglyceric acid. Photorespiration is high. 18 ATP molecules are used for the synthesis of 1 molecule of glucose. Read it well and answer. ഇത് 2019 സെറ്റ് ബോട്ടണിൽ ചോദിച്ചതാണ്. ഇതേ പാറ്റേണിൽ നെറ്റിൽ ബി പാർട്ടിലും ചോദിച്ചിട്ടുണ്ട്. 4 ഏതാ statement 4 എങ്ങനെയാ തെറ്റത്? 18 ATP molecules used for synthesis of 1 molecule of glucose അല്ലേ? 18 ATP പിന്നെ NADH പറഞ്ഞിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ കറക്റ്റ് അല്ലേ അത്? അല്ലേ? അപ്പൊ തെറ്റായിട്ടുള്ളത് ഒന്നുമില്ലേ? ഫസ്റ്റ് എന്താണ് തെറ്റ്? ഫസ്റ്റ് എന്താ തെറ്റ്? 5 carbon compound അല്ലേ കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ? ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവരും മറന്നുപോയി. അപ്പൊ തെറ്റൊന്നുമില്ലേ? അത്ര പെട്ടെന്ന് മറന്ന? 5 carbon compound. കീറ്റോ കോമ്പൗണ്ട് മനസ്സിലാക്കുക. ഇത് മിക്കവാറും ചോദിച്ച ആരും ശരിയാക്കിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ഞാൻ വന്ന സ്റ്റുഡൻസ് പറഞ്ഞു. അപ്പോ ഓർത്തിരിക്കുക, ഇങ്ങനെയൊക്കെ പലതും ചോദിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So fourth question. During photosynthetic carbon production cycle in green leaves, net production of 1 molecule of glyceraldehyde 3-phosphate requires one of the following combinations of energy equivalents. ഇത് നെറ്റിന് 2013 ജൂണിൽ ചോദിച്ചതാണ്. വായിച്ചിട്ട് പറഞ്ഞു. During photosynthetic carbon cycle in green leaves, net production of 1 molecule of glyceraldehyde 3-phosphate occurs. ഇതല്പം ഒരു മാറ്റി ചോദിച്ചിരിക്കുകയാണ്. 1 molecule of glyceraldehyde phosphate. ഞാനത് അങ്ങോട്ട് ആ സൈക്കിൾ കാണിച്ചില്ല, എന്നിട്ട് പറഞ്ഞാൽ മതി. ഇവിടെ 2 മോളിക്യൂൾ ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് കിട്ടാൻ എത്ര കിട്ടി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. 2 മോളിക്യൂൾ കിട്ടുന്നതിന് എന്തൊക്കെയാണ്? NADH എത്ര ഉപയോഗിച്ചിട്ടു ഉണ്ട്? NADPH എത്ര വേണം? ATP എത്ര വേണം എന്നുള്ളത് അറിയാം. ഇവിടെ 1 മോളിക്യൂൾ കിട്ടണമെങ്കിൽ അപ്പോൾ ഇവിടെ എത്രയാണ്? ഇവിടെ ATP എത്ര ആദ്യം നോക്കാം. ഇവിടെ ATP 8 അല്ലേ? ഇവിടെ മൊത്തം എത്ര? 12 അല്ലേ? 18. അത് മൊത്തം. പക്ഷെ ഇവിടെ 1 മോളിക്യൂൾ ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റിന്റെ ആണ് പറഞ്ഞിരിക്കുന്നത്. 1 മോളിക്യൂൾ ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് requires net production of 1 molecule of glyceraldehyde phosphate requires 9. എങ്ങനെ കിട്ടി? കറക്റ്റ് ആണ്. 2 മോളിക്യൂളിന് വേണ്ടി 18 വേണമെങ്കിൽ അതെ അങ്ങനെ നേരെ. ഓക്കെ, കറക്റ്റ്. അപ്പൊ ഇവിടെ നമുക്ക് ഓരോന്ന് വെച്ച് പറഞ്ഞാലും ശരിയാവും. അപ്പൊ എല്ലാവരും മനസ്സിലായെന്ന് തോന്നുന്നു അല്ലെ? അപ്പൊ ഇവിടെ അങ്ങനെ ഓരോന്ന് കണക്കാക്കിയാലും കിട്ടും. ഇനി NADH ആണെങ്കിൽ എന്തായിരിക്കും? 6 അല്ലേ? ഓക്കെ, 6.
ഇതും പലരും തെറ്റിച്ചു. കാര്യം ഇത് നമുക്ക് അതാണ് പറയുന്നത്, കാണാതെ പഠിത്തമല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാം അനലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നെറ്റിൽ നമ്മൾ ഇനി കൂടുതൽ കാര്യങ്ങളോട്ടാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ? അപ്പൊ അവിടെ അനലിറ്റിക്കൽ പലതിലും പഠിക്കാന്ന് പറയുമ്പോൾ ഒന്നും ബ്ലൈൻഡ് ആയിട്ട് പഠിക്കുന്നതല്ല, അത് മനസ്സിലാക്കിയിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം കൂടെ പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ. Carbon compensation point for C3 plant is greater than C4 plant because in C3 plants എന്ന് പറഞ്ഞ ഏതാണ്? ഡാർക്ക് റിയാക്ഷൻ ഈസ് ഹയർ, ഡാർക്ക് റെസ്പിറേഷൻ ഈസ് ലോവർ. ഇത് 2018 ഡിസംബറിൽ ബി പാർട്ടിൽ ചോദിച്ചാണ് നെറ്റിന്. ഫോട്ടോ റെസ്പിറേഷൻ ഇസ് പ്രസന്റ്, ഫോട്ടോ റെസ്പിറേഷൻ ഇസ് ആബ്സെന്റ്. എന്തുകൊണ്ടാണ് കാർബൺ ഡിസ്കോമ്പൻസേഷൻ പോയിന്റ് C3 പ്ലാന്റിൽ കൂടുതൽ? എന്താ താമസം? അപ്പൊ ഇത്ര എളുപ്പം ചോദിച്ചോ എന്നുള്ളതാണ് അല്ലേ? അപ്പോ ചില ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വളരെ എളുപ്പമായിട്ട് ചോദിക്കും. അപ്പോ അത് പക്ഷേ നമ്മളിത് അത്രയും പഠിച്ചതുകൊണ്ടായിരിക്കും വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നത്. പലതും പഠിക്കാതിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതിന്റെ കാരണം എന്ന് പറയുമ്പോൾ ബിക്കോസ് ഫോട്ടോ റെസ്പിറേഷൻ ഇൻക്രീസസ് ദ ഔട്ട്പുട്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് അല്ലേ? അപ്പൊ അത് ഫോട്ടോ റെസ്പിറേഷൻ അടുത്ത ക്ലാസ് പഠിക്കുമ്പോൾ മനസ്സിലാവും. ആൻഡ് ദസ് ദ കോമ്പൻസേഷൻ പോയിന്റ് ഈസ് അച്ചീവ്ഡ് at higher carbon dioxide concentration. Carbon dioxide concentration. One more question. Among the listed reactions of C3 cycle, which is are catalyzed by transketolase enzyme? ഇത് എവിടെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. C3 സൈക്കിളിൽ ട്രാൻസ്കീറ്റോലേസ് എൻസൈം പ്രവർത്തിക്കുന്ന പിന്നെ സ്റ്റെപ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പ് ആണെങ്കിൽ ഒരു സ്റ്റെപ്പ്, അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് ആണെങ്കിൽ അത് ഏതൊക്കെയാണ്? എമംഗ് ദ ലിസ്റ്റഡ് ഇതിൽ എവിടെ വരും? കാർബോക്സിലേഷനിൽ വരുമോ, റിഡക്ഷനിൽ വരുമോ, റീജനറേഷൻ റിബുലോസ് 5-ഫോസ്ഫേറ്റിൽ വരുമോ? ഇത് ഈ എൻസൈം കേട്ടാൽ ഇതിപ്പോ ഇപ്പോഴും പഠിച്ചതല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് ഓർമ്മിക്കാൻ എളുപ്പമായി പ്രയാസമായിരിക്കും. എന്തായാലും ഇനി ഇത് പഠിക്കേണ്ട പ്രാധാന്യം മനസ്സിലായല്ലോ. അപ്പൊ അത് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. തൽക്കാലം ഞാനിപ്പോ റിയാക്ഷൻ കാണിച്ചുതരാം, എന്നിട്ട് ആൻസർ പറഞ്ഞാൽ മതി. ഇവിടെ അത് കാണാതെ തന്നെ പറയാൻ പറ്റുമോ? ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ഇവിടെ നമുക്ക് ഇവിടുത്തെ ഏതെല്ലാം ആണെന്നുള്ളത് ആർക്കെങ്കിലും പറയാമോ? ഫസ്റ്റ് നോക്കാം. 3-phosphoglycerol പ്ലസ് ഫ്രക്ടോസ് 6-phosphate. ഇവിടെ എറിത്രോസ് 4-phosphate ആൻഡ് സൈലോസ് ഫോസ്ഫേറ്റ് നമ്മളവിടെ നോക്കിയാൽ അറിയാം, പിന്നെ നോക്കിയാൽ മതി. ഇതും അതുപോലെ മൂന്നാമത്തെ സെഡോഹെപ്റ്റിലോസ് 7-phosphate 3-phosphate പ്ലസ് അങ്ങനെ സൈലോസ് 5-phosphate റൈബോസ് 5-phosphate കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ ആൾഡോലേസിന്റെ ചോദിക്കാം. ഇവിടെ എന്നോട് അത് കാണിച്ചു ഇപ്പോൾ കാണിച്ചു. ഇവിടെ നോക്കാം. 3-phos ഇവിടെ ട്രാൻസ്കീറ്റോലേസ് 3-phosphoglyceraldehyde ഉണ്ടോ? റിയാക്ട്സ് വിത്ത് ദ ഫ്രക്ടോസ് ഫോസ്ഫേറ്റ് ഇൻ ദ പ്രസന്റ് ട്രാൻസ്കീറ്റോലേസ് 1. മറ്റൊരെണ്ണം ക്വസ്റ്റ്യൻ കൂടെ കണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ഏത് തലത്തിൽ ചോദിക്കും എന്നുള്ള പെട്ടെന്ന് പിടികിട്ടും. ഇത് മറ്റൊരെണ്ണം ഉണ്ടോ? സെഡോഹെപ്റ്റിലോസ് 7-phosphate റിയാക്ട്സ് വിത്ത് ഈ സ്റ്റെപ്പാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നടന്ന VHSC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പലരും എഴുതിയിട്ടില്ല, നമ്മുടെ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ ക്ലാസ്സിൽ എന്തോ പറയാൻ വിട്ടെന്ന് ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ പലരും ഇന്ന പേജിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ നോക്കി. അതുകൊണ്ട് നമ്മൾ ഇതൊന്നും അഥവാ ഞാൻ പറയാൻ എന്തെങ്കിലും വിട്ടുപോയാലും മിക്കവാറും എല്ലാം നോട്ടിൽ കാണും, പഠിച്ചിരിക്കുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ പഠിച്ചിരിക്കുക, വായിച്ചുകൊണ്ട് വരണം. താങ്ക് യു മച്ച്.